ലോകത്തെല്ലാവരുടെയും പ്രശ്നമായിരുന്നു ഇസ്രായേൽ ഇറാൻ വാറുമായിട്ട് ബന്ധപ്പെട്ട്. ഇറാൻ അവരുടെ ന്യൂക്ലിയർ വെപ്പൺസ്, അതായത് അണുവായുധം ഉപയോഗിക്കുമോ ഇല്ലയോ, വല്ലാത്ത ചോദ്യമായിരുന്നു. എൻ്റെ പല സുഹൃത്തുക്കളും അറിയാവുന്നവർ എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ട്, എന്താണ് ഇറാൻ്റെ ന്യൂക്ലിയർ വെപ്പൺസ്. കേരളത്തിലെ പല യൂട്യൂബ് ചാനലുകൾ, സാറ്റലൈറ്റ് ചാനലൊക്കെ വളരെ ഭയങ്കരമായിട്ട് പറഞ്ഞു, ഇറാൻ ഇസ്രായേൽ അറ്റാക്ക് ചെയ്തതിന് ശേഷം അവർ ഇറാൻ ഇസ്രായേലിന് മുകളിൽ ന്യൂക്ലിയർ വെപ്പൺസ് യൂസ് ചെയ്യും. വലിയ അപ്പം ചില ആൾക്കാർ പറഞ്ഞു, ഇങ്ങനെ ഇറാനിൽ ഇത്ര ശതമാനം ഈ ട്രിമർ, അതായത് ഭൂമി കുലുക്കം ഉണ്ടായിട്ടുണ്ട്, ഒരു 4%. അപ്പം അവർ ന്യൂക്ലിയർ ടെസ്റ്റ്, അതായത് ന്യൂക്ലിയർ വെപ്പൺസ് അവർ ടെസ്റ്റ് ചെയ്തതായിരിക്കും. ഇത് പല വ്യാഖ്യാനങ്ങളാണ് പല രീതിയിൽ വന്നത്. പക്ഷെ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് പറയാം, കഴിഞ്ഞ 2 ദിവസമായിട്ട് ആക്സിയോൺ എന്ന് പറഞ്ഞ ന്യൂസ് ഏജൻസിയാണ് ഇത് ബ്രേക്ക് ചെയ്യുന്നത്. അതായത് ഇസ്രായേൽ ഇറാനെ അറ്റാക്ക് ചെയ്ത സമയത്ത് അവരുടെ പ്രാചീനിലുള്ള, ഇറാൻ്റെ പ്രാചീൻ എന്ന് പറയുന്ന ആ മേഖലയിലുള്ള ആ സിറ്റിയുടെ പേരാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം 4000 മുതൽ 5000 ഏക്കർ പ്രദേശമാണ് ഇവരുടെ ന്യൂക്ലിയറിൻ്റെ ലാബ്. പിന്നെ ആക്റ്റീവായിട്ട് ലാബ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കണം, എത്രയും പെട്ടെന്ന് ഇവർക്ക് ന്യൂക്ലിയർ വെപ്പൺസ് എല്ലാം കൂടെ അസംബിൾ ചെയ്ത് ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്ലാന്റ് കൂടിയാണ്. ഇത് രണ്ടും അടിച്ച് പൊട്ടിച്ച് ദൂരെ കളഞ്ഞു. ഇത് ആക്സിയോൺ മാത്രമല്ല, ആദ്യം ഇത് ആക്സിയോൺ റിപ്പോർട്ട് ചെയ്തു, പിന്നീട് ഇത് അസോസിയേറ്റഡ് പ്രസ്, അമേരിക്കയുടെ ന്യൂസ് ഏജൻസിയാണ്, അവർ റിപ്പോർട്ട് ചെയ്തു, ബ്രിട്ടൻ്റെ റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു, മറ്റുള്ള ഗ്ലോബൽ ന്യൂസ് ഏജൻസിയും ഇത് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ട് പറഞ്ഞ് സാറ്റലൈറ്റ് ഇമേജും അമേരിക്കൻ സൈനിക ഓഫീഷ്യൽസ്, സേർവിങ് ഓഫീഷ്യൽസും ഇസ്രായേലിൻ്റെ സേർവിങ് ഓഫീഷ്യൽസിനും അവരും പറഞ്ഞു, അവരും അഡ്മിറ്റ് ചെയ്തു. ഇത് അവർ അഡ്മിറ്റ് ചെയ്തേക്കുന്നത്, അവർ പേരെടുത്തല്ല അഡ്മിറ്റ് ചെയ്തേക്കുന്നത്, അവർ സമ്മതിച്ചു ഇറാൻ്റെ ന്യൂക്ലിയർ വെപ്പൺസ് ഇവരടിച്ചിട്ടു. അതായത് പൂർണ്ണമായിട്ടും ഇറാന് ഇനിയൊരു ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കാൻ വേണ്ടി ഏകദേശം 20 മുതൽ 25 വർഷം വരെ സമയമെടുക്കും. അതായത് മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റ് ഉണ്ട്, ഇറാൻ്റെ ന്യൂക്ലിയർ വെപ്പൺസും അവൻ്റെ ലാബും അവൻ്റെ പ്ലാന്റും എൻറിച്ച് യുറേനിയത്തിൻ്റെ ശേഖരിച്ച് വെച്ചിരുന്ന പല ഭാഗത്തായിട്ട് ഈ പ്രാചീൻ എന്ന് പറഞ്ഞ മേഖലയുടെ 10-15 കിലോമീറ്ററായിട്ട് ഈ സാധനം അടിച്ച് ദൂരെ കളഞ്ഞു. അതായത് കൃത്യമായിട്ട് പറയാം, ഇറാൻ്റെ കയ്യിൽ ഇനി ന്യൂക്ലിയർ വെപ്പൺസോ ഇതിൻ്റെ ലാബോ എൻറിച്ച് യുറേനിയമോ അവരുടെ കയ്യിലില്ല. അതായത് ഇനി നമ്മൾ നോക്കാം, അമേരിക്കയുമായിട്ട് ഉള്ള ധാരണയുടെ പുറത്ത് അന്ന് ബെഞ്ചമിൻ നെതന്യാഹു ഇറാനോടും മറ്റുള്ള രാജ്യങ്ങളോടും പറഞ്ഞു, ന്യൂക്ലിയർ ഫെസിലിറ്റീസും ഓയിൽ ഫെസിലിറ്റി അറ്റാക്ക് ചെയ്യത്തില്ല. പക്ഷേ ഇവർ തമ്മിലുള്ള സമ്പർക്കത്തിൽ പറഞ്ഞു ന്യൂക്ലിയർ ഫെസിലിറ്റീസ് അവർ അറ്റാക്ക് ചെയ്യും. കാരണം ഏറ്റവും കൂടുതൽ ഇസ്രായേലിന് ഭയമുണ്ടായിരുന്നത് ഇറാൻ്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസാണ്. കാരണം ഏത് സമയത്തും പല രീതിയിൽ എവിടെങ്കിലും ഇത് ഇസ്രായേലിൻ്റെ ഭാഗത്ത് വീണ് കഴിഞ്ഞാൽ ഇത് പ്രശ്നമുണ്ടാകും. അതുകൊണ്ട് ഇത് നശിപ്പിക്കണം. അതിനുവേണ്ടി ഇറാൻ വളരെയധികം പ്രാവശ്യം അമേരിക്കയെ പ്രഷറൈസ് ചെയ്തു ഇസ്രായേൽ അറ്റാക്ക് ചെയ്യുമ്പോൾ അതായത് ഇറാൻ്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസിനെ തുടരരുത്. പക്ഷേ അറിയാൻ സാധിക്കുന്നത്, പിന്നീട് ആ റിപ്പോർട്ടിൽ പറയുന്നത്, ഏകദേശം 10 മുതൽ 15 കിലോമീറ്റർ ഭൂമിയുടെ അടിയിലായിട്ട് മണലാരണ്യത്തിലാണ് ഇതുണ്ടാക്കിയിരുന്നത്. അത്രമാത്രം സേഫായിട്ടാണ് ചെയ്തിരുന്നത്. പക്ഷേ ഇസ്രായേലിൻ്റെ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഏകദേശം 10-15 കിലോമീറ്റർ അകത്തോട്ട് ഭൂമി തുറന്നു പോയിട്ടാണ് ഇത് അടിച്ച് ദൂരെ കളഞ്ഞത്. അതായത് മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റ് ഉണ്ട്, ഇറാൻ്റെ കയ്യിൽ ഇനി ന്യൂക്ലിയർ വെപ്പൺസ് ഇല്ല, അവരുടെ അത് വെച്ച് പ്ലാന്റ് ഇല്ല, എൻറിച്ച് യുറേനിയവും ഇല്ല. അപ്പോൾ അതുമായിട്ടൊരു ചരിത്രം പറയാം. ഇറാൻ ന്യൂക്ലിയർ വെപ്പൺസ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, പാകിസ്ഥാൻ ന്യൂക്ലിയർ പിതാവ് എന്നറിയപ്പെടുന്ന AU ഖാൻ, അദ്ദേഹമാണ് ദുബായ് വഴി ഇറാനിൽ പോയി ഇതിൻ്റെ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് ഈ സംഭവങ്ങളെല്ലാം കൈമാറിയത്. പിന്നീട് ഇത് അമേരിക്ക അറിയുകയും അദ്ദേഹത്തെ തിരിച്ച് പാകിസ്ഥാനിൽ കൊണ്ടുവന്ന്, അത് പാകിസ്ഥാനിലെ ഏറ്റവും സീനിയറായിട്ടുള്ള ന്യൂക്ലിയർ സയൻറ്റിസ്റ്റാണ് AQ ഖാൻ എന്ന് പറയുന്ന ആൾ. അയാളെ വീട്ടു തടങ്കലിൽ അയാൾ മരിച്ചു പോവുകയും ചെയ്തു. അതേപോലെ തന്നെ ഇറാൻ പല രാജ്യങ്ങളിൽ നിന്നും എൻറിച്ച് യുറേനിയം കള്ളക്കടത്ത് നടത്തിയിട്ടാണ് ഈ സാധനം ഇറാനിലും ടെഹ്റാനിലും കൊണ്ടുവരുന്നത്. ഇതിനെപ്പറ്റി പല റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. പല ആൾക്കാരെയും പലയിടത്ത് വെച്ച് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പല പാകിസ്ഥാൻകാരെയും ഇറാൻകാരെയും അതേപോലെ പല ഇന്ത്യക്കാരെയും.
അതായത് എൻറിച്ച് യുറേനിയം ഇറാനിലോട്ട് കടത്തുവാൻ ശ്രമിച്ച പല ഇന്ത്യൻ ഏജൻസികളെയും, കാരണം കള്ളക്കടത്ത് നടത്തുന്ന ഏജൻസികളെയും അന്ന് അറസ്റ്റ് ചെയ്ത് ഒരു വലിയ വാർത്തയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു സംഭവമുണ്ട്. ന്യൂക്ലിയർ വെപ്പൺസ് ആദ്യമായിട്ട് പാകിസ്ഥാൻ കഴിഞ്ഞ് മറ്റൊരു ഇസ്ലാമിക രാജ്യത്തിന് കിട്ടുന്നു. ആ ഒരു പ്രത്യേകതയും ഇറാനുണ്ടായിരുന്നു. പക്ഷേ ഇവരൊരു കാരണവശാലും ഇറാൻ ഇത് ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തിയിട്ടില്ല. ടെസ്റ്റ് നടത്തിയിരുന്നെങ്കിൽ ലോകം മുഴുവൻ ഇത് അറിഞ്ഞേനെ. കാരണം ഭൂമിയുടെ എത്ര ശതമാനം കുലുങ്ങുമ്പോഴറിയാം അവർ ടെസ്റ്റ് നടത്തി. പക്ഷേ ഇപ്പോഴുണ്ടായ സംഭവം, ഇതിവർ ബോംബ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഫർദറായിട്ടുള്ള എന്തൊക്കെ എഫക്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്, അതായത് ഇത് സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുണ്ട്, ഇതിനെപ്പറ്റിയൊക്കെ പഠിച്ചിട്ട് അതുകൊണ്ടാണ് ഇത് ഭൂമിക്കടിയിലായതിൻ്റെ പേരിൽ അവിടെ വലിയ പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് ന്യൂക്ലിയർ എക്സ്പേർട്ടുകൾ ഇതിനെപ്പറ്റി ഈ ഏജൻസികൾക്ക് കൊടുത്ത ഇൻ്റർവ്യൂവിൽ പറയുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇറാനിയൻ ഒഫീഷ്യൽസിനോടും അവിടെ ഭരിക്കുന്നവരോടും ചോദിച്ചു. അതായത് ഇവർ കത്തെഴുതി മെയിലിൽ ചോദിച്ചു, ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്, സാറ്റലൈറ്റ് ഇമേജ് ഉണ്ട്, അമേരിക്കൻ ഒഫീഷ്യൽസും ഇസ്രായേലി ഒഫീഷ്യൽസും അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ പ്രാച്ചിലുള്ള നിങ്ങളുടെ ഈ പ്ലാന്റ് അടിച്ചു കളഞ്ഞു, നിങ്ങളുടെ ലാബ് അടിച്ചു കളഞ്ഞു, ആക്റ്റീവായിട്ടുള്ള സംഭവം രണ്ടും അടിച്ചു കളഞ്ഞു, ഇതിനെപ്പറ്റി എന്താണ് അഭിപ്രായം? അതിനെപ്പറ്റി അഭിപ്രായം അവരൊന്നും പറയുന്നില്ല. അതായത് കൃത്യമായിട്ട് പറയാം, വളരെ കൃത്യമായിട്ട് പലതും വായിച്ചിട്ട് പറയാം. അതുപോലെ ചില ഇസ്രായേലി ഒഫീഷ്യൽസ്, പഴയ ഒഫീഷ്യൽസിനോടും ഞാൻ ഇതിനെപ്പറ്റി മെസ്സേജ് അയച്ച് ചോദിച്ചു. അവരും പറഞ്ഞു അടിച്ചു ഊരക്കളഞ്ഞു. അതായത് ഇറാന് ഇനി ന്യൂക്ലിയർ കേപ്പബിലിറ്റി ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ 20 മുതൽ 25 വർഷക്കാലം എടുക്കും. ഒരു കാര്യം കരുതിയിരിക്കുക, അറേബ്യൻ രാജ്യത്ത് ന്യൂക്ലിയർ കേപ്പബിലിറ്റി ഉണ്ടായിരുന്ന ഒരു രാജ്യമെന്ന് ഇപ്പോഴും ഇറാനെ പറ്റി പറയാൻ പറ്റില്ല, ഇത് ഈ അടിക്കുന്നതിന് മുമ്പ്. കാരണം ഇത് ടെസ്റ്റ് നടത്തിയാൽ മാത്രമേ ഇതിന് കേപ്പബിലിറ്റി ഉണ്ട് എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇപ്പോഴറിയാൻ സാധിച്ചത് അവരുടെ കംപ്ലീറ്റ് സാധനങ്ങൾ ന്യൂക്ലിയർ പ്രാചീനിലുള്ള അതായിരുന്നു അവരുടെ മെയിൻ ലാബുമെല്ലാം. ഏകദേശം 1500ഓളം പേരാണ് അവിടെ ജോലി ചെയ്തിരുന്നത്. ഇന്ന് വരെ ഇറാൻ പുറത്തു വിട്ടിട്ടില്ല എന്താണ് സംഭവിച്ചത്, എത്ര പേരാണ് അവിടെ കൊല്ലപ്പെട്ടു എന്ന് പോലും പറഞ്ഞിട്ടില്ല. അപ്പം നിങ്ങൾ അടുത്തൊരു പോയിന്റ് ശ്രദ്ധിക്കണം. ഇസ്രായേൽ അവിടെ അറ്റാക്ക് ചെയ്ത ശേഷം 2 ദിവസം കഴിഞ്ഞ് ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജിയുമായിട്ട് ബന്ധപ്പെട്ടവർ അവിടെ സന്ദർശിച്ചു. അപ്പോൾ അവരുടെ റിപ്പോർട്ടും പുറത്ത് വിട്ടിട്ടില്ല. കാരണം അവർ ഈ സൈറ്റൊക്കെ പോയിട്ടുണ്ട്. അവർ പറയുന്നത് കാരണം ഇത് ലീക്കായി കഴിഞ്ഞ് അവിടെ സാധാരണ ജനങ്ങളെ ബാധിക്കും. അത് എത്ര ശതമാനം ലീക്കായി അതിനെപ്പറ്റിയുള്ള സ്റ്റഡിയും റിപ്പോർട്ടൊന്നും അവരിപ്പോഴും പുറത്ത് വിട്ടിട്ടില്ല. പക്ഷേ അതിനെപ്പറ്റി സ്റ്റഡി നടന്നുകൊണ്ടിരിക്കും. കാരണം ആ റിപ്പോർട്ടും പുറത്ത് വന്നിട്ടില്ല, ഈ പോയവരൊന്നും തിരിച്ചു വന്നിട്ടില്ല. ഇതിനെപ്പറ്റി A to Z കാര്യങ്ങൾ പഠിക്കുകയാണ്. ഒരു കാര്യം വളരെ കൃത്യമായിട്ട് പറയാം, ഇറാൻ്റെ ന്യൂക്ലിയർ ഫെസിലിറ്റി എന്നേക്കുമായിട്ട് തീർന്നു. അവരുടെ ന്യൂക്ലിയർ വെപ്പൺസ് വരെ അടിച്ചു പോയി, അതായത് ഭൂമിക്കടി വെച്ച് അടിച്ചു പോയെന്നാണ് സാധിക്കുന്നത്. അതുമല്ല അത് കൂടുതൽ ബ്ലാസ്റ്റ് ഉണ്ടായി ഡിഫ്യൂസ് ചെയ്തു എന്നും പറയുന്നുണ്ട്. ഏതായാലും കൃത്യമായിട്ട് പറയാം, ബെഞ്ചമിൻ നെതന്യാഹു അതേപോലെ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിൻ്റെ ചീഫും പറഞ്ഞൊരു കാര്യമുണ്ട്, ഇനി അടുത്ത വളരെ വർഷക്കാലം ഇറാൻ്റെ ഒരു ത്രട്ട് ഇസ്രായേലിന് ഉണ്ടാവുകയില്ല. ഇസ്രായേലിന് ആ കാര്യത്തിൽ സമാധാനമായിട്ട് ജീവിക്കാം. അവർക്ക് ഒരു കാരണവശാലും തിരിച്ചടി നൽകുവാൻ, അതായത് ഇസ്രായേലിന് തിരിച്ചടി നൽകാൻ അവർക്ക് കേപ്പബിലിറ്റി അവർ നശിപ്പിച്ചു. ഇതവർ പുറത്ത് പറയുന്നില്ലെങ്കിലും ഈ യാഥാർത്ഥ്യം വളരെ സത്യമാണ്. കാരണം ഈ വാർത്ത വന്ന ശേഷം, ആക്സിയോളിലും മറ്റുള്ള ചാനലും വന്ന ശേഷം പല ഇസ്രായേലിൽ അവർ സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട്, എന്താണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് നേരത്തെ അത് പൂർത്തീകരിച്ചു ഇറാൻ്റെ മേൽ. കാരണം അതിനുശേഷമാണ് ഇറാന് കൃത്യമായിട്ട് മനസ്സിലായത് അവരുദ്ദേശിക്കുന്ന ഒരു രാജ്യമല്ല ഇസ്രായേൽ. അവരുടെ A to Z കാര്യങ്ങൾ മുഴുവനും ചോർന്നു പോയി. അവിടെ എല്ലാം കൊണ്ട് ബോംബിട്ട് നശിപ്പിച്ചു. അവരുടെ വെപ്പൺസിൻ്റെ ലോഞ്ചറും മിസൈൽ ഫാക്ടറിയും അതുണ്ടാക്കുന്ന ഫാക്ടറി, അതിൻ്റെ മോട്ടോറും ഫ്യൂവലും ഇത് മുഴുവനും നശിപ്പിച്ചു. ഒരു കാര്യം കൃത്യമായിട്ട് പറയാം, 2.5 മണിക്കൂർ ഇസ്രായേലി ഫോഴ്സ് ഇറാനിൽ നടത്തിയ ആക്രമണത്തിൽ ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം 10 വർഷം അല്ലെങ്കിൽ 20 വർഷം പുറകിലോട്ട് പോയി. കാരണം ആ രാജ്യത്തിൻ്റെ മിലിറ്ററി കേപ്പബിലിറ്റി എന്ന് പറഞ്ഞ സാധനം പൂർണ്ണമായിട്ടും ഇല്ലാതായി. കാരണം വെപ്പൺസോ ആയുധമോ ഒന്നുമില്ലാതെ ഒരു രാജ്യത്തിൻ്റെ ഒരു ഫോഴ്സിനും ആരെയും നേരിടാൻ പറ്റുകയില്ല. അതല്ല അവർക്ക് നേരിടാൻ പറ്റുമെന്ന് കേരളത്തിലെ സാറ്റലൈറ്റ് ചാനൽ ചില യൂട്യൂബേഴ്സും പറയുന്നുണ്ടെങ്കിൽ അവൻ്റെ ബോധം അത്രയേ ഉള്ളൂ. കാരണം അവൻ ഇതിനെപ്പറ്റി ഒരു കുന്തവും അറിയത്തില്ല. ഇതാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ള വീഡിയോ അനാലിസിസ്.